ചാണകവും വേപ്പും ഉണ്ടാക്കും. ഈ ചാണകം എങ്ങനെ ഉണങ്ങിയ അല്ല, പച്ചാണ്. അതിനകത്ത് ശകലം ഒരു പിടി കുമ്മായം കൂടി ഇട്ടുവിടും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ തിങ്കൽക്കാട്ടിലാണ്. സോയി കോയിക്കക്കുടിയിലിന്റെ കൃഷിയിടത്തിലാണ്. നമസ്കാരം സോയി. എന്തൊക്കെ കൃഷികളാണുള്ളത്? ഏലമുണ്ട്, ജാതിയുണ്ട്, പിന്നെ കൊടിയൻ. ഈ 3 കൃഷിയാണ്. ഇപ്പൊ ഏലം കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ ഈ വർഷം എല്ലായിടത്തും തന്നെ ഏലത്തിന് നല്ലൊരു കാലമല്ല അല്ലേ? അല്ലല്ല, കഴിഞ്ഞ വർഷത്തെ ഉണക്ക് ശരിക്കും ബാധിച്ചിരുന്നു. പിന്നെ വെള്ളമുള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ പോയി. ഇതിപ്പോ എത്ര വർഷമായി ഏലച്ചെടികൾ നമ്മൾ കാണുന്നത്? 4 വർഷമായി സാറേ. 4-ാം വർഷമായി. ഞള്ളാനി അല്ലേ? ഇതിന് എങ്ങനെയാണ് നിങ്ങളുടെ പരിപാലനം? കീടനാശിനികൾ ഉപയോഗിച്ച്? ഞാൻ രാസവളം മാക്സിമം ഉപയോഗിക്കാറില്ല. ഇവിടെ ഈ ടാങ്ക് ഉണ്ടോ, ഇതിനകത്തോട്ട് ഞാൻ സാധാരണ ഈ ചാണകം കൊണ്ടുപോകണമെങ്കിൽ അതിനകത്തോട്ടിട്ട് വേപ്പുണ്ണാക്കും കൂടെ അതിനകത്തോട്ടിടും. എന്നിട്ട് അതിന്റെ തെളി ഒഴിച്ചു വിടുകയാണ് കൂടുതൽ. ശരി. പിന്നെ മാക്സിമം ഒരു പ്രാവശ്യം വല്ലോ പാറ്റം ബോസുമല്ലോ അതിന് കൂടുതൽ കലക്കി വിടും. അപ്പൊ ഈ ടാങ്ക് അതിന് വേണ്ടിയിട്ടാണ്? ഈ ടാങ്ക് അതിന് വേണ്ടിയിട്ട് 2 ടാങ്ക് ഉണ്ട് അവിടെ. അപ്പൊ അതിനകത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ഒരു ടാങ്ക് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ടാങ്ക് നിറയും. എന്തൊക്കെയാണ്? ചാണകവും വേപ്പുണ്ണാക്കും. ഈ ചാണകം എങ്ങനെ ഉണങ്ങിയ അല്ല, പച്ചാണ്. അതിനകത്ത് ശകലം ഒരു പിടി കുമ്മായം കൂടി ഇട്ടുവിടും. അപ്പൊ അങ്ങനെ വേറെ ആൾ പറഞ്ഞു തന്നാ, പഴയത്തിലെ കടക്കാരൻ പറഞ്ഞു തന്നാ. അപ്പൊ അങ്ങനെ വലിയ കംപ്ലൈന്റ് വരികയെന്ന് തോന്നുന്നു. ശരി. ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ 4 വർഷമായി അല്ലേ ഈ ചെടികൾ? പിന്നെ വാർഷിക പരിപാലനം എന്തൊക്കെയാണ് നമ്മൾ വേറെ ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും തരത്തിലുള്ള വളപ്രയോഗം? വേറെ വളപ്രയോഗമൊന്നുമില്ല. പിന്നെ 2 പ്രാവശ്യം ഞാൻ ഈ പട്ടംബോസും പ്രാവശ്യം കൂടെ കൂടി കലക്കി വിടുവാണ് കൂടുതലും ചെയ്യുന്നത്. ഈ തിട്ടിന്റെ മീതെ കാണുന്ന ചെടികൾ വേറെ ആണോ? അല്ല, ഇത് ഇവിടെ ഇങ്ങനെ ഞാൻ വാഴ വെക്കാൻ വേണ്ടി തിരിഞ്ഞിട്ടായിരുന്നു. അപ്പൊ പന്നിയുടെ ഭയങ്കര ശല്യമാണ്. അപ്പൊ പന്നി ശല്യം ആയിരുന്നു ഞാൻ ഒഴിവാക്കിയിട്ട് അടുത്ത നാള് വെച്ചേക്കുന്ന ചെടികളാണ്. കഴിഞ്ഞ വർഷം വെച്ചതായത്. ശരി. സോയി കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? കാർഷിക ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 10 വർഷം മുകളിലായി. വേറെ ജോലി ചെയ്യുന്നുണ്ടല്ലേ? ജോലി ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഞാൻ വനിതാ ശിശു വകുപ്പിൽ ജോലി ചെയ്യുന്ന. രാവിലെ ഒരു 6:30-7 മണിയാകുമ്പോൾ ഇവിടെ വരും. പിന്നെ 9 മണി വരെ വന്ന് നോക്കിയിട്ട് പെട്ടെന്ന് റെഡിയായി 9 ആകുമ്പോഴത്തേനും. ഏത് ഓഫീസിലാ? വനിതാ ശിശു വകുപ്പ്, സാമൂഹ്യ വകുപ്പ്, നെടുങ്കണ്ടം. ഈ മരുന്ന് തെളിക്കുന്നത്, തണ്ടുതീർപ്പുള്ള മരുന്ന് തെളി എങ്ങനെയാണ്? നമ്മള് എത്ര ഇടവേളയിൽ നടത്താറുണ്ട്? 28 ദിവസം കൂടുമ്പം, അല്ലെങ്കിൽ ആ സമയത്താണ്. എക്കാലസ് എന്നുള്ളൊരു മരുന്ന് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ശരി. വേറെ ഇനം മാറി ഉപയോഗിക്കാറില്ല. പൊതുവെ താങ്കളുടെ ഒരു നിരീക്ഷണത്തില് ഏലത്തിന് ഒരു നിലനിൽപ്പ് ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ വിളവല്ല, നമുക്ക് ന്യായമായിട്ടുള്ളൊരു വിളവ് ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ്? മരുന്നടി കറക്റ്റ് ആയിരിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അതിനകത്ത് എനിക്കൊന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളുന്നുണ്ട്. മരുന്നടി എന്റെ അത്രയും സെറ്റാകുന്നില്ല. അത് ഈ കാലാവസ്ഥയുടെ ആണോ, അത് ഇനി മരുന്ന് അടിച്ചിട്ട് ശരിയാകത്താണെന്ന് അറിയത്തില്ല. ശരി. ഇപ്പൊ എത്ര വർഷമായിട്ട് അങ്ങനെ എക്കാലക്സ് മാത്രം ഉപയോഗിക്കുന്നു? ഒരു 4 വർഷമായിട്ട്. ഇടയ്ക്ക് ഒന്ന് മാറ്റി റീവേം കൂടെ കൂട്ടിവിടും ഇടയ്ക്ക്. എന്തായാലും മാസത്തിലൊരിക്കൽ തണ്ടുതീർപ്പുള്ള മരുന്ന് പ്രയോഗം നടത്തും. പിന്നെ മണ്ണിടിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ? മണ്ണിടിയിലുണ്ട്. ഒരു 3 വർഷം കൂടുമ്പോഴേക്ക് ഇടുള്ളൂ. എല്ലാ വർഷവും മണ്മണിയില്ല. എത്ര അകലത്തിലാ ചെടി നട്ടേക്കുന്നത്? 10 അടി അകലത്തില്. എന്തോരം ഉണ്ട് ഈ കൃഷിയിടം? ഇത് 5.5 ഏക്കർ. ഏലമാണോ പ്രധാനപ്പെട്ട? ഏലമാണ് പ്രധാനപ്പെട്ട. പിന്നെ ഞാൻ മേടിച്ചപ്പോൾ കുറെ ജാതി ഉണ്ട്. അത് അന്ന് നമുക്ക് ജാതിയെ കുറിച്ച് വലിയ അറിയത്തില്ലായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. പിന്നെ കുറെ ജാതി മേടിച്ചു വെച്ചിട്ടുണ്ട്, പുതിയത് വെച്ചിട്ടുണ്ട്. അടിമാലി ചെറുകുന്ന നഴ്സറിയുടെ മേടിച്ചു വെച്ചേക്കുന്നേ. ഏലമാണ് പ്രധാനപ്പെട്ട. ഇത്തവണ പൊതുവെ എല്ലായിടത്തും കാ കുറവാണ്. അപ്പോ ഇനിയിപ്പോ ഇതിപ്പോ എത്ര കായെടുപ്പ് നടത്തി? ഇതിപ്പം 2 ട്രിപ്പ് കഴിഞ്ഞു. സാധാരണ രീതിയില് 2 ട്രിപ്പ് കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ നമുക്ക് കാ തീരെ കാണാനില്ല. ഇതിപ്പോ എടുത്തിട്ട് ഇപ്പം ഒരാഴ്ച ആയുള്ളൂ എടുത്തിട്ട്. അപ്പോൾ സോയി കോയിക്കക്കുടിയുടെ കൃഷിയുടെ കാഴ്ചയില് വലിയ പരിപാലനം ഓവർ പരിപാലനം കൊടുക്കുന്നില്ല. അത്യാവശ്യം ചാണകവും അതോടൊപ്പം തന്നെ വേപ്പുണ്ടാക്കും അല്ലേ? അത് കലക്കി ഒഴിക്കുകയാണ്. അവിടെ ആ ടാങ്കിലിട്ടിടും. എന്നിട്ട് അതിന്റെ തെളി ഊറ്റിവിടും. കുറച്ച് പാറ്റം ബോസും ചേർത്ത് വിടും. എത്ര ഇടവേളയിൽ അത് ഒഴിക്കും? അത് മാസത്തിലൊന്നും ഒഴിക്കും. ശരി. അതാണ് ചെടിയുടെ കരുത്ത് അല്ലേ?